വന്യജീവി ആക്രമണങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ തുടരുന്ന കാഴ്ചയാണ്. തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങിയെന്നുള്ള വാർത്ത വരുന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപം തോട്ടത്തിൽ കെട്ടിരുന്ന പശുക്കിടാവിനെ ആക്രമിച്ചു കൊന്നു. വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സൂരജ് സജ്ജിയുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. സൂരജ്, നാട്ടുകാരുടെ ആവശ്യം, വനവകുപ്പിന്റെ നിലപാട് എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, പാലപ്പള്ളിക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കയിലേക്ക് ഒരു ഗ്രാമമാകെ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. തുടർച്ചയായി പുലി ഇറങ്ങുന്നു. ഇന്നും ഇത്തരത്തിൽ പുലി ഇറങ്ങി ഒരു പശുക്കിടാവിനെ കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എലിക്കോട് ആദിവാസി കോളനിക്ക് പുറകിൽ, അത് വീടിന് പുറകിൽ കെട്ടിയിട്ടിരുന്ന പശുക്കിടാവിനെയാണ് ആ പുലി കടിച്ചു കൊന്നത്. അതിന്റെ പകുതി ഭാഗം ഭക്ഷിച്ച നിലയിലാണ് ഈ പശുക്കിടാവിന്റെ ജഡം കണ്ടെത്തുന്നത്. എന്തായാലും വലിയ ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലായി തന്നെ എച്ചിപ്പാറ, കുണ്ടായി, വലിയകുളം തുടങ്ങി പല മേഖലകളിലും പുലി ഇറങ്ങി ഈ വളർത്തുമൃഗങ്ങളെ ആകെ കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യമാണുള്ളത്. അന്നെല്ലാം തന്നെ വനപാലകരോട് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നു. പക്ഷേ ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നില്ല. ഇതോടുകൂടിയാണ് കൂട് സ്ഥാപിച്ചുകൊണ്ട് പുലിയെ പിടിക്കുന്ന നടപടിയിലേക്ക് കടക്കണം എന്നൊരാവശ്യവുമായി ഇപ്പോൾ പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. തുടർച്ചയായി ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങി നാശം വിതയ്ക്കുന്ന ഒരു മേഖലയാണ് പാലപ്പള്ളി. അവിടെ ഈ പുലി കൂടി എത്തിയതോടുകൂടി ജനജീവിതം തന്നെ ദുസ്സഹമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. 6 മണി കഴിഞ്ഞാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ആനകളെ കൊണ്ടുണ്ടായിരുന്നത്. ഇതോടുകൂടി പുലി കൂടി എത്തിയതോടുകൂടി എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് പാലപ്പള്ളി എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും പ്രദേശത്തെത്തി പുലിക്കായുള്ള തിരച്ചിൽ അത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്.